ധനമന്ത്രി മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണം. ഇത് ഈ നമ്മുടെ മുണ്ടക്കൈ ചൂരൽമല വയനാട് ദുരന്തം, ആ ദുരന്തത്തെ തുടർന്ന് നമ്മൾ 2000 കോടിയുടെയെങ്കിലും നഷ്ടം അടിയന്തരമായി അതിനുള്ള നഷ്ടത്തിന് വേണ്ടിയിട്ടുള്ള ഗ്രാൻഡ് പോലെ ഉള്ള ഗ്രാൻഡാണ് നമ്മൾ ചോദിച്ചത്. സാധാരണ ഇങ്ങനെയുള്ള സഹായമാണ് കൊടുക്കുന്നത്. എന്നാൽ ആ ഗ്രാൻഡായിട്ടുള്ള തുകയല്ല കിട്ടിയത്. പിന്നെ വായ്പ ചോദിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വായ്പയും ചോദിച്ചിരുന്നു. കാരണം ഇത് അടിയന്തരമായി നടപ്പിലാക്കേണ്ടതാണ്. ഇപ്പോൾ ക്യാപെക്സ് സ്കീം അനുസരിച്ചിട്ട് 529 കോടി രൂപയാണ്, ഏകദേശം 530 കോടി രൂപയുടെ വായ്പയാണ് ഇപ്പോൾ കിട്ടിയത്. അത് ദീർഘകാലം കൊണ്ട് അടയ്ക്കേണ്ട വായ്പയാണ്. അത് വായ്പ തിരിച്ചടയ്ക്കണം. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ചെലവ് ചെയ്ത് തീർത്താലേ ആ വായ്പയുടെ ഇത് കിട്ടുമെന്ന് തുടങ്ങിയ കാര്യങ്ങളുണ്ട്. എന്തായാലും നമ്മൾ ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. നമ്മൾ അതിനു വേണ്ടിയിട്ട് പ്രത്യേകം ഈ അസംബ്ലിയുടെ SDGയിലൊക്കെ ചേർക്കേണ്ടതാണ്. ഇതൊക്കെ ചേർത്ത് മുന്നോട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ വായ്പയാണ് കിട്ടിയത് എന്നുള്ളതുകൊണ്ട് 50 പിന്നെ ഈ പറഞ്ഞ ക്യാപെക്സ് വായ്പയാണ്. ഇത് തന്നെ വളരെ വൈകി എന്നുള്ളത് പ്രശ്നമുണ്ട്. കുറച്ചുകൂടി മുമ്പ് തന്നെ അവർ അനുവദിക്കാമായിരുന്നു. എന്തായാലും ഗ്രാൻഡ് കിട്ടേണ്ടതാണ്. ഇത്തരം ദുരന്തങ്ങൾക്ക് ഏത് സ്റ്റേറ്റിന് വന്നാലും പ്രത്യേകമായ ഒരു വായ്പയല്ലാതെ തന്നെ ഒരു സഹായം കിട്ടേണ്ടതാണ്. അത് കിട്ടിയിട്ടില്ല. എന്നാലിപ്പം ഇത് ഈ SDG ഇത് നമ്മുടെ ഈ സ്പെഷ്യൽ വായ്പ എടുത്തിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞതനുസരിച്ച് ബാക്കി എല്ലാ അനുവാദങ്ങളും കിട്ടിയാൽ 1 വർഷത്തിനകം അടുത്ത വർഷം തന്നെ ആ ദുരിതാശ്വാസത്തിൻ്റെ ആദ്യ പ്രവർത്തനം അല്ലെങ്കിൽ അവരുടെ റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ടുള്ള ടൗൺഷിപ്പും മറ്റു കാര്യങ്ങളും ചെയ്യുക എന്നുള്ള ലക്ഷ്യമായിട്ട് ഗവൺമെൻറ് മുന്നോട്ട് പോകാൻ. മിനിസ്റ്റർ, ഇതിനകത്ത് ഈ ഫണ്ട് ആൻഡ് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഈ സാമ്പത്തിക വർഷം തന്നെ കൊടുക്കണമെന്ന് അതിനകത്ത് പറയുന്നുണ്ട്. അത് നമുക്കൊരു വെല്ലുവിളിയായി വരില്ലേ? അതൊരു വലിയ പ്രായോഗികമായ വലിയ പ്രശ്നമാണ്. ഇത്രയും തുക മാർച്ച് 31-നകം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. സാധാരണ നിങ്ങൾക്കെല്ലാം ഊഹിക്കാം എത്ര ചെറിയൊരു തുകയായപ്പോൾ ഇതിനകത്ത് ചെയ്യുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അത് പ്രായോഗികമായിട്ട് എങ്ങനെയാണ് അതിൻ്റെ UC കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുന്നുണ്ട്. ധനവകുപ്പ് ആ കാര്യങ്ങൾ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ബന്ധപ്പെട്ട വകുപ്പുകളുമായിട്ട് ആ കാര്യം നോക്കുന്നുണ്ട്. അതൊരു പ്രായോഗിക പ്രശ്നം തന്നെ, വലിയ പ്രശ്നമാണ്. ഇതുപോലെയാണ് പല കേന്ദ്ര പദ്ധതികളുടെയും പ്രായോഗികമായിട്ടുള്ള അനുഭവം. എന്തായാലും അത് നമ്മൾ പരമാവധി ഇത് യൂട്ടിലൈസ് ചെയ്യാനും എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കുകയാണ്. അത് ലോണാണ് എടുത്തേക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം. പ്രത്യേകിച്ച് ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ എൻഡിങ് വരുന്നത്. അല്ല, അതിന് മുമ്പായ പോലും ഇത്രയും വലിയ തുക. കേന്ദ്ര സഹായം സംബന്ധിച്ച് ധനമന്ത്രി KN ബാലഗോപാൽ പ്രതികരിക്കുകയായിരുന്നു. വായ്പയായാണ് ലഭിച്ചത്. ഈ സാമ്പത്തിക വർഷം തന്നെ അതിൻ്റെ രേഖകൾ കേന്ദ്രത്തിന് സമർപ്പിക്കണം. അതിൽ പ്രായോഗിക പ്രശ്നങ്ങളുണ്ട് എന്ന് ധനമന്ത്രി സൂചിപ്പിക്കുകയായിരുന്നു.